അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പെട്ടെന്ന് ബോധ്യമാവും. ജനങ്ങൾ അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടില്ല എന്നൊരു ഉദ്ദേശം ഉണ്ടാവാം. രാജ്യത്തെ പല എക്കണോമിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് അദ്ദേഹം വരെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ GDP കാൽക്കുലേഷൻ അൺഅക്സെപ്റ്റബിൾ ആണ്. ഇവിടെ കാണിക്കുന്ന GDP അൺഅക്സെപ്റ്റബിൾ ആണ്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ആക്കാൻ പറ്റുകയുള്ളൂ. അതായത് ചെറിയ മാറ്റങ്ങളൊന്നും പോരാ എന്നാണ് അദ്ദേഹം വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആരും മുഖവിലക്കെടുത്തില്ല, തള്ളിക്കളഞ്ഞു. പക്ഷെ ഇപ്പോൾ IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അവർ ഇന്ത്യയുടെ നാഷണൽ അക്കൗണ്ടിങ്ങിന് കൊടുത്തിട്ടുള്ള ഗ്രേഡ് എന്ന് പറയുന്നത് C ഗ്രേഡ് ആണ്. അതായത് അവരുടെ കണക്കിൽ A ഗ്രേഡ് ഉണ്ട്, അഡീക്വേറ്റ് ആണ്. അതായത് ഡാറ്റാസും കാര്യങ്ങളൊക്കെ അഡീക്വേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. B ഗ്രേഡ് എന്ന് പറയുന്നത് ബ്രോഡ്ലി അഡീക്വേറ്റ് ആണ്. ഇത് കൊടുത്തിട്ടുള്ളത് C ഗ്രേഡ് ആണ്. അതായത് ഡാറ്റാസ് ആക്യുറേറ്റ് അല്ല എന്നാണ് പറയുന്നത്. ഡാറ്റാസിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് C ഗ്രേഡ് കൊടുത്തത് കൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്ത്യൻ എക്കണോമിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നം തന്നെ ഇന്ത്യൻ എക്കണോമിക്ക് ഉണ്ട്. അതിനു മുമ്പ് അവർ ഇതിൽ പറഞ്ഞിട്ടുള്ള C ഗ്രേഡ് കൊടുക്കാനുള്ള കാരണങ്ങൾ, IMF പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അവർ പറഞ്ഞിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ബേസ് ഇയർ ആണ്. ബേസ് ഇയർ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ബേസ് ഇയർ ആണ് കൊടുക്കുന്നത്. അതായത്